Welcome to InfoScience Education. Today we are going to discuss about logic gates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലോജിക് ഗേറ്റ്, അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് സ്റ്റിമുലേറ്റഡ് സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ലോജിക് ഗേറ്റ് എന്നാണ്. എ ലോജിക് ഗേറ്റ് ഈസ് ദ പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ഡിജിറ്റൽ സർക്യൂട്ട്. അതായത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ ലോജിക് സർക്യൂട്ട് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്. Commonly there are three types of logic gates. They are AND, NOR, NOT, and ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സബ്സിഡറി ആയിട്ട് ഒരു 4 ലോജിക് ഗേറ്റ്സ് നിർമ്മിക്കാൻ പറ്റും. അത് NAND, NOR, എക്സ്ക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് NOR എന്ന ഗേറ്റുകളാണ്. ഇതിൽ തന്നെ NAND ഗേറ്റും NOR ഗേറ്റും അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ്. ഇതിനുള്ള കാരണം ഈ NAND ഗേറ്റും NOR ഗേറ്റും വെച്ചുകൊണ്ട് നമുക്ക് വേറെ ഗേറ്റ്സ്, അതായത് AND, NOR, NOT എന്നീ ഗേറ്റ്സ് നിർമ്മിക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് NANDും NORും യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഗേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഗേറ്റിൽ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് വരുന്നത്. ഇതിൽ നമ്മൾ 2 ഇൻപുട്ട് മാത്രമല്ല, എത്ര ഇൻപുട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ഇൻപുട്ടാണ്. അതുകൊണ്ട് തന്നെ എയും ബിയും ഇൻപുട്ടും വൈ ഔട്ട്പുട്ടുമാണ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ഇൻപുട്ടും ഹൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് എത്തുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ടും ഹൈ അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രൊസീജിയറാണ് നടക്കുന്നത്. ബൂളിയൻ ആൾജിബ്ര വെച്ചുകൊണ്ട് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ് ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതാണ് y=a.b എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഗേറ്റ് ആയിട്ട് വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഇതിലും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് വരുന്നത്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ സ്റ്റേറ്റ് എത്തുമ്പോൾ ഔട്ട്പുട്ടും ഹൈ സ്റ്റേറ്റ് ആകുന്നു. എന്നാൽ 2 ഇൻപുട്ടും ലോ സ്റ്റേറ്റിലാണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആവുകയാണ്. ഒരു അഡിഷൻ്റെ പ്രൊസീജിയറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബൂളിയൻ ആൾജിബ്രയിൽ y=a+b എന്നാണ് ഓർ ഗേറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് ഗേറ്റ് ആണ്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 2 ഗേറ്റിൽ നിന്ന് വ്യത്യസ്തമായാണ് നോട്ട് ഗേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് വരുന്നത്. എ ആണ് ഇൻപുട്ട്, വൈ ഔട്ട്പുട്ടായി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ y=a ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനുള്ള കാരണം നമ്മൾ എയിൽ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ എയിൽ 0 ആണെങ്കിൽ y1, എന്നാൽ എ 1 ആകുമ്പോൾ y0. എന്ത് ഹൈ സ്റ്റേറ്റാണ് എയിൽ കൊടുക്കുന്നതെങ്കിൽ അപ്പുറത്ത് വരുമ്പോൾ ലോ ആകും. പക്ഷേ എ ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ y ഓഫ് സ്റ്റേറ്റ്. ഇങ്ങനെ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നോട്ട് ഗേറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കോമ്പിനേഷൻ ഓഫ് നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റിൻ്റെയും കോമ്പിനേഷനാണ്, അതായത് നാൻഡ് ഗേറ്റ്. നമ്മൾ താഴെ കാണിച്ചിട്ടുണ്ട് ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റ്, അതായത് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നാൻഡ് ഗേറ്റ് കിട്ടുന്നത്. ഇവിടെ ട്രൂത്ത് ടേബിൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്ന a.b എന്നുള്ളത് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ജസ്റ്റ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് y=a.b ബാർ എന്നാണ്. അതായത് നമുക്ക് ആൻഡ് ഗേറ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ 2 കണ്ടീഷൻസും ഓൺ സ്റ്റേറ്റിലെത്തുമ്പോൾ ഔട്ട്പുട്ട് 0 ആകുന്നു. എന്നാൽ 2 കണ്ടീഷൻസും ഓഫ് സ്റ്റേറ്റിലാകുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിലും നമ്മുടെ ഓർ ഗേറ്റിൻ്റെ നോർ ഗേറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോർ ഗേറ്റ് ആവും. അതായത് ഓർ ഗേറ്റിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് നോർ ഗേറ്റിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ള y=a+b ബാർ. അതായത് എയും ബിയും ഓഫ് സ്റ്റേറ്റ് ആകുമ്പോൾ y എന്ന് പറയുന്നത് ഓൺ സ്റ്റേറ്റിലെത്തുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓർ ഗേറ്റ്, അതായത് എക്സ്ക്ലൂസീവ് ഓർ. ഈ സ്റ്റേറ്റ് ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന വ്യത്യസ്തമാണ്. അതായത് 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ടാണ് ഉള്ളതെങ്കിലും ഇവിടെ നമുക്ക് ഏതെങ്കിലും 2 കണ്ടീഷൻ ഓഫോ ഓണോ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആകുന്നു. അതായത് 2 കണ്ടീഷൻ എയും ബിയും 0 ആകുമ്പോൾ ഔട്ട്പുട്ടും 0 ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആയാൽ മാത്രം നമ്മുടെ ഔട്ട്പുട്ടും ഓൺ സ്റ്റേറ്റിലെത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ y=a എന്നൊരു സർക്കിളിൻ്റെ പ്ലസ് ഇട്ടിട്ട് ബി എഴുതുന്നത്. അതായത് ഏതെങ്കിലും 2 കണ്ടീഷൻ ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫാണ്, അല്ലെങ്കിൽ ഓഫ് ആണെങ്കിലും ഔട്ട്പുട്ട് ഓഫാണ്. നെക്സ്റ്റ് വരുന്നത് XNOR ഗേറ്റ് ആണ്. ഇവിടെയും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ്. പക്ഷേ ഇതിൽ XOR ഗേറ്റിൻ്റെ നമ്മൾ നേരത്തെ നാൻഡ് ഗേറ്റ് ചെയ്ത പോലെ XOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു
നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എക്സോർ ഗേറ്റിൽ എന്താണോ നടന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷനും ഓഫ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റോ ആകുമ്പോൾ ഇൻപുട്ട് ഓൺ ആകുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. നമ്മൾ നോക്കാൻ പോകുന്ന ആൻഡ് ഗേറ്റിൻ്റെ വർക്കിംഗ് ആണ്. അതിനായി ആദ്യം നമ്മൾ ആൻഡ് ഗേറ്റ് എടുത്തു. അതിനുശേഷം ഇതിൽ നമുക്ക് രണ്ട് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ട് ഇൻപുട്ടിലേക്ക് രണ്ട് സ്വിച്ച് കണക്ട് ചെയ്യാം. രണ്ട് സ്വിച്ചാണ്, ഒന്ന് എയും ഒന്ന് ബിയും. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ബൾബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് ബൾബ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും കാണാൻ പറ്റും. അടുത്തത് നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു ബൾബ് കണക്ട് ചെയ്യാം. ദെൻ രണ്ട് ഇൻപുട്ടും കണക്ട് ചെയ്യാം. അതിനുശേഷം ട്രൂത്ത് ടേബിളിൽ കൊടുത്തിട്ടുള്ള അനുസരിച്ച് ഓണും ഓഫ് ചെയ്യും. ഇപ്പോൾ രണ്ടും ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്നുമില്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് ബി ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് 0 ആണ്, അതായത് നോ ഔട്ട്പുട്ട്. ദെൻ നമുക്ക് ബി ഓഫ് ചെയ്തിട്ട് എ ഓൺ ചെയ്ത് നോക്കാം. അപ്പോഴും ഔട്ട്പുട്ട് 0 ആണ് വന്നത്. ദെൻ നമുക്ക് രണ്ടും ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ട്രൂത്ത് ടേബിളിൽ കണ്ടു, രണ്ട് സ്റ്റേറ്റും ഓൺ ആയാൽ മാത്രമേ ആൻഡ് ഗേറ്റിൽ ഇൻപുട്ടല്ല ഔട്ട്പുട്ട് ഓൺ സ്റ്റേറ്റിൽ എത്തുള്ളൂ. അതാണ് ഇവിടെ കണ്ടത്. രണ്ട് കണ്ടീഷനും ഓൺ ആയപ്പോൾ ഔട്ട്പുട്ട് ഓണായി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർ ഗേറ്റ് ആണ്. നമ്മളിപ്പോൾ ഓർ ഗേറ്റ് എടുത്തു. ഇതിൽ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. ദെൻ നമുക്ക് രണ്ട് ഇൻപുട്ടിലേക്ക് രണ്ട് സ്വിച്ച് കണക്ട് ചെയ്യാം. രണ്ട് സ്വിച്ച് കണക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. ബൾബിന് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. ദെൻ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് ഓരോന്നേ നമുക്ക് ഓൺ ചെയ്തും ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് കണ്ടീഷൻ ഓഫാണ്, അപ്പോൾ ഔട്ട്പുട്ട് ഒന്നുമില്ല. ദെൻ ബി നമ്മൾ ഓൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നു. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആയപ്പോൾ തന്നെ ഓർ ഗേറ്റിൽ ഔട്ട്പുട്ട് ഓണായി. ദെൻ നമുക്ക് ബി ഓഫ് ചെയ്തിട്ട് എ ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോഴും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓൺ ആകുന്നു. ദെൻ നമുക്ക് രണ്ട് ഇൻപുട്ടും എയും ബിയും ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് ഇൻപുട്ടും ഓൺ ആകുമ്പോഴും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓൺ ആകുമ്പോഴും ഔട്ട്പുട്ട് ഓൺ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇതാണ് ഓർ ഗേറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോട്ട് ഗേറ്റ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണോ ഇൻപുട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നമുക്ക് അതുകൊണ്ട് ഒരു ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ഔട്ട്പുട്ടും. ഒരു ഇൻപുട്ട് കൊടുക്കാം. ഒരു ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ നമുക്ക് ഇനി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് സ്വിച്ച് അല്ല, ബൾബ് കണക്ട് ചെയ്യാം. ഉണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ ഓഫ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്, പക്ഷേ ഔട്ട്പുട്ട് ഓണായി. ഇത് നമുക്ക് ഇൻപുട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഓഫായി. അതായത് നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഓഫ് ആകുന്നു, ഓൺ ആക്കുമ്പോൾ അവിടെ ഓഫ് ആകുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് ഫങ്ഷനാണ് നടക്കുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഗേറ്റ് ഡിസ്കസ് ചെയ്യാം, നാൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെയും നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് രണ്ട് ഇൻപുട്ടാണ്, രണ്ട് ഇൻപുട്ട് കണക്ട് ചെയ്യാം. രണ്ട് ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ രണ്ട് ഇൻപുട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്പുട്ടിന് ബൾബ് നമ്മൾ കണക്ട് ചെയ്യാം. ഇവിടെ ആൻഡ് ഗേറ്റിൽ എന്താണ് നടന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. അത് നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ രണ്ടും ഓൺ സ്റ്റേറ്റിലെത്തുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓഫ് ആവുകയാണ്. എന്നാൽ ആൻഡ് ഗേറ്റിൽ രണ്ടും ഓൺ സ്റ്റേറ്റിലെത്തുമ്പോഴാണ് ഔട്ട്പുട്ട് ഓൺ ആകുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ ഓഫായി കിടക്കുമ്പോഴും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നാൻഡ് ഗേറ്റ്. ഇവിടെ ഈ സ്റ്റിമുലേറ്റർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന്. ഉണ്ടോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആകുമ്പോഴും ഔട്ട്പുട്ട് ഓൺ സ്റ്റേറ്റ് ആണ്. രണ്ട് കണ്ടീഷനും ഓൺ ആകുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഓഫ് ആകുന്നു. ഇതാണ് നാൻഡ് ഗേറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർ ഗേറ്റിനെ കുറിച്ചാണ്.
നോർ ഗേറ്റിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഓർ ഗേറ്റിൻ്റെയും നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് നോർ ഗേറ്റ് വരുന്നത്. ഇവിടെയും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇവിടെ നമ്മൾ ട്രൂത്ത് ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 കണ്ടീഷനും ഓൺ ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഓൺ ആകുമ്പോഴും ഇവിടെ ഔട്ട്പുട്ട് 0 ആകുന്നു. 2 കണ്ടീഷനും ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 1 ആകുന്നത്. അതായത് ഓർ ഗേറ്റിൽ എന്താണോ വരുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഫംഗ്ഷനായിട്ടാണ് നോർ ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മളൊരു നോട്ട് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് മാത്രമേ നോർ ഗേറ്റ് അതിനെ ഫിൽറ്റർ ചെയ്ത് വിടത്തുള്ളൂ. ഇതുകൊണ്ടാണ് നോർ ഗേറ്റിൽ ഓർ ഗേറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് കാണിക്കുന്നത്. ഇവിടെ ഈ ട്രൂത്ത് ടേബിൾ നോക്കി ഇത് നോക്കുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആകും. ഇവിടെ 2 കണ്ടീഷൻ ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവുകയാണ്. 2 കണ്ടീഷനും ഓഫ് ആകുമ്പോൾ പക്ഷേ ഔട്ട്പുട്ട് ഓൺ ആകുന്നു. ഇതല്ല ഓർ ഗേറ്റിൽ വരുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ് ഓർ ഗേറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ട്രൂത്ത് ടേബിളിൽ കൊടുത്തിട്ടുള്ളതുപോലെ 2 ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു, 2 ഇൻപുട്ട് കണക്ട് ചെയ്യുന്നു, അതുപോലെ ഒരു ഔട്ട്പുട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ഓൺ ആകുമ്പോൾ ഇത് ഓൺ ആവുകയാണ്. അതായത് ഏതെങ്കിലും വൺ ഓർ ബി അല്ല, എ ഓർ ബിയിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഓൺ ആകുന്നുള്ളൂ. 2ഉം ഓൺ ആവുകയോ അല്ലെങ്കിൽ 2ഉം ഓഫ് ആകുമ്പോഴും ഔട്ട്പുട്ട് ഓഫായിട്ടാണ് വരുന്നത്. ഇവിടെ കണ്ടോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് വരുന്നു. ഇപ്പോൾ ബി ഓൺ സ്റ്റേറ്റിലാണ്, ഇപ്പോൾ 2ഉം ഓഫായി. ഇപ്പോൾ എ ഓൺ സ്റ്റേറ്റിലും ബി ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് വരുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് ഓൺ ആകുന്നത്. രണ്ടും ഓൺ സ്റ്റേറ്റ് എത്തുകയോ അല്ലെങ്കിൽ 2 ഓഫ് സ്റ്റേറ്റിലോ എത്തുമ്പോൾ എക്സ് ഓർ അല്ലെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൽ ഔട്ട്പുട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ വർക്കിംഗ്. ദെൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് എക്സ് നോർ ഗേറ്റ് ആണ്. അതായത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് വരുന്നത്. ഇതിലും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. എയും ബിയും ഇൻപുട്ടും വൈ ഔട്ട്പുട്ടും. ഇവിടെ നമ്മൾ എക്സ് ഓർ ഗേറ്റിൽ ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആവുകയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 0യും 2 കണ്ടീഷനും ഓൺ ആവുകയോ അല്ലെങ്കിൽ 2 കണ്ടീഷനും ഓഫ് ആവുകയോ ചെയ്യുമ്പോൾ അവിടെ ഔട്ട്പുട്ട് 1ഉം വരുന്നു. ജസ്റ്റ് ഈ സ്റ്റിമുലേറ്ററിൽ നോക്കി നമുക്കത് മനസ്സിലാകും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് 0, എന്നാൽ 2 കണ്ടീഷനും ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആവുന്നു. 2 കണ്ടീഷൻ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഔട്ട്പുട്ട് 1 ആവുകയാണ്. ഇത്രയുമാണ് നമ്മുടെ ലോജിക് ഗേറ്റ്സിൻ്റെ ഡിസ്കഷൻ. ഇനി അടുത്ത് വരുന്ന വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് വരുന്ന സർക്യൂട്ട്സ് ആണ്. ഇതാണ് എക്സ് നോർ ഗേറ്റിൻ്റെ വർക്കിംഗ്. ദെൻ നിങ്ങൾക്ക് ലോജിക് ഗേറ്റ്സ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.